പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രചനമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറെ നാമത്തിൽ സ്നേഹം വന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 51 സങ്കീർത്തനം, അതിന്റെ 10 വാക്യം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവിളിയോടുകൂടിയ ഹൃദയം തകർന്ന് ദൈവസ്നി നെടുമ്പാട് വീണ് കടന്ന് ഹൃദയത്തിന്റെ കുറ്റബോധം തന്നെ ഉണർത്തിയപ്പോൾ സംഭവിച്ചു പോയ പാപങ്ങളെ ഓർത്തിട്ട് തന്റെ ഹൃദയം മാറ്റി മറ്റൊരു ഹൃദയം തനിക്ക് തരണമെന്ന് സംഗീതക്കാരനായിരിക്കാൻ ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ച ദൈവവചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം 51 സങ്കീർത്തനം എന്ന് പറയുന്നത് തന്നെ ദാവീദിന്റെ അനുതാപ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. അവൻ ബേത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ബേത്ശേബയുമായുള്ള പാപവും മാത്രമല്ല ബേത്ശേബയുടെ ഭർത്താവായ ഊരിയാവിനെ യുദ്ധത്തിന്റെ മുന്നിൽ നിർത്തി അവൻ വാളാൽ മരണപ്പെട്ടതും ഇത് ദാവീദ് മുഖാന്തരം സംഭവിച്ചു. ആ പാപത്തെ രഹസ്യമായി താൻ സൂക്ഷിച്ച് ആ രഹസ്യ പാപത്തെ യഹോവയായ ദൈവം നാഥാൻ പ്രവാചകനൂടെ ദാവീദിന്റെ കൊട്ടാരത്തിൽ വെച്ച് ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ താൻ ദൈവസം നെടുമ്പാട് വീണ് നിലവിളിച്ച കണ്ണുനീരിന്റെ പ്രാർത്ഥനയാണ് ഈ 51 സങ്കീർത്തനം, അനുതാപ സങ്കീർത്തനം, പശ്ചാത്താപമാണ്. ഹല്ലേലൂയ. പാപക്ഷമയ്ക്കായുള്ള അപേക്ഷ എന്നുള്ളതാണ് ഈ ഭാഗത്തും കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ബേത്ശേബയുമായി ദാവീദ് പാപം ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവൻ പാപത്തെക്കുറിച്ച് ഉണർത്തിയപ്പോൾ ദാവീദ് രചിച്ച ഈ സങ്കീർത്തനം, ഹല്ലേലൂയ, ഇതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ ദാവീദിന്റെ മനം നൊന്തുള്ള പ്രാർത്ഥനയാണ്. മനം നൊന്ത് മനമുരുകി പ്രാർത്ഥിക്കുക. എന്താണ് താൻ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ദൈവമേ, എനിക്ക് പഴയ ഹൃദയം വേണ്ട. തന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചതുകൊണ്ട് ഇനി ആ പഴയ ഹൃദയം എനിക്ക് വേണ്ട എന്ന് ദാവീദ് പറയുക. രണ്ടാമത്തെ കാര്യം എന്താണ്? ഹല്ലേലൂയ, ആമേൻ. ദൈവമേ, പഴയ ഹൃദയം എനിക്ക് വേണ്ട, അത് പാപത്തിന്റെ കറപുരണ്ടതാണ്. ആ പാപത്തിന്റെ കറപുരണ്ട ഹൃദയം എനിക്ക് വേണ്ട. ഹല്ലേലൂയ. മൂന്നാമത്, മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്ന ഹൃദയമാണ്, അതും എനിക്ക് വേണ്ട. നാലാമത്, കുറ്റബോധമുള്ള ഹൃദയമാണ്, അതും എനിക്ക് വേണ്ട. 5, അശുദ്ധി നിറഞ്ഞ ഹൃദയമാണ്, അതും എനിക്ക് വേണ്ട. 6, മോഹങ്ങൾ ജനിപ്പിച്ച ഹൃദയമാണ്, അതും എനിക്ക് വേണ്ട. 7, വശീകരണത്തിലേക്ക് എന്നെ കൊണ്ടുപോയ ഹൃദയമാണ്, ആ ഹൃദയം എനിക്ക് വേണ്ട. എനിക്കൊരു പുതിയ ഹൃദയം മതി എന്ന് പറഞ്ഞ് ദാവീദ് നിലവിളിക്കുക. ഓർത്തു നോക്കി, ഒരു മനുഷ്യന്റെ പശ്ചാത്താപം. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ദൈവവചനം ദാവീദ് നിലവിളിച്ചതുപോലെ ഇന്നത്തെ സഭാ നേതൃത്വം ഈ വാക്യം പറഞ്ഞ് നിലവിളിക്കണം. നിങ്ങളെ കുറ്റപ്പെടുത്തുവാനല്ല, എന്നെ കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല. സഭാ നേതൃത്വം മുഴുവൻ ഈ ഒരു ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പുതിയ ഹൃദയത്തിന് വേണ്ടി സഭാ നേതൃത്വം പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ വേർപാടും വിശുദ്ധിയും ആരാധിക്കുന്ന ദൈവമക്കൾ, വിശ്വാസികളും ദൈവഭക്തന്മാരും സഭാ നേതൃത്വം, അപ്പോൾ തന്നെ ക്രൈസ്തവ സമൂഹം മുഴുവൻ ഈ ഒരു നിലവിളിയുടെ പ്രാർത്ഥന ആവശ്യമാണ്. കാരണം പഴയ ഹൃദയം മാറ്റിവെച്ചെങ്കിൽ മാത്രമേ പുതിയ ഹൃദയത്തിന്റെ പ്രവൃത്തി നടക്കുകയുള്ളൂ. ഹൃദയ ശസ്ത്രക്രിയ ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് സകല ജനങ്ങളും പാപത്തിന്റെ വശീകരണത്തിനകത്ത് അകപ്പെട്ട് കുറ്റബോധമുള്ള ഹൃദയം ആമെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് വഞ്ചനയുടെയും ചതിവിന്റെയും വശീകരണത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും ദിവ്യാഗ്രഹത്തിന്റെയും മോഹങ്ങളുടെയും ഹൃദയമാണ് പലരുടെയും ഹൃദയത്തിൽ വസിക്കുന്നത്, ഇരിക്കുന്നത്. ആ ഹൃദയത്തെ നീക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നിത്യമായ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് സഭാ നേതൃത്വം ചെയ്താൽ മാത്രം വിശ്വാസികളും ചെയ്യണം. അപ്പോൾ തന്നെ കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഈ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. എത്രയോ ഭാര്യമാരാണ് ഭർത്താക്കന്മാരെ വഞ്ചിച്ച് പരപുരുഷന്മാരോട് ജീവിക്കുന്നത്, രഹസ്യ കാമുകന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ഭർത്താക്കന്മാർ ഭാര്യമാരെ മാറ്റി നിർത്തി രഹസ്യ കാമുകിയോടൊപ്പം അപ്പനും അമ്മയും അറിയാതെ മക്കൾ എത്രയോ ബന്ധങ്ങളാണ് സ്ഥാപിക്കുന്നത്. ഹല്ലേലൂയ. അമ്മായിയും മരുമോളും കൂടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ
സഭയ്ക്കകത്ത് പ്രശ്നം സൃഷ്ടിക്കുന്നവർ, അല്ലേലിയ, അതുപോലെ അക്രമം സൃഷ്ടിക്കുന്നവർ, അല്ലെങ്കിൽ ഇവരൊക്കെ ആ പഴയ ഹൃദയം മാറ്റിയിട്ട് പുതിയ ഹൃദയം ആഗ്രഹിക്കണം. അതുപോലെ ഇവിടെ രാഷ്ട്രീയക്കാർ പുതിയ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മത നേതാക്കന്മാർ പുതിയ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സകല ജനങ്ങളും പഴയ ഹൃദയം മാറ്റി പുതിയ ഹൃദയം വന്നെങ്കിൽ മാത്രമേ അവർക്ക് ജനത്തെ ന്യായമായ രീതിയിൽ സ്നേഹത്തിന്റെ ആത്മാവിൽ സേവിക്കാൻ കഴിയുള്ളൂ. പഴയ ഹൃദയം എന്ന് പറയുന്ന പാപം നിറഞ്ഞതാണ്. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, മനുഷ്യന്റെ ഉള്ളിൽ കടന്നു വരുന്ന ആശ, ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്ന ആശ, ആ ആശ അത് ആഗ്രഹമായി മാറും. ആഗ്രഹം അത് മോഹമായി നമ്മുടെ ഉള്ളിൽ ജനിക്കും. ആ മോഹം നമ്മുടെ ഉള്ളിൽ ജനിക്കും. മോഹം ഗർഭം ധരിക്കുക, അല്ലേ? അത് പാപത്തെ പ്രസവിക്കും. എന്ന് പറഞ്ഞാൽ ദാവീദ് യോവാബിനെ അബീശായിയെ യുദ്ധത്തിന് പറഞ്ഞു വിട്ടിട്ട് തന്റെ മാളിക മുകളിൽ ദാവീദ് ഉലാവിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഊരിയാവിന്റെ ഭാര്യയായിരിക്കുന്ന ബേർശേബയും തന്റെ കൂട്ടുകാരും കൂടെ കുളിക്കുവാനായി കടവിലെത്തുന്നത്, ലേരിയ. അപ്പം മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരുന്ന ദാവീദിന്റെ കണ്ണുകൾ കൊണ്ട് അത് കാണുവാൻ കഴിഞ്ഞു. അത് ദാവീദിന്റെ ഹൃദയത്തിൽ ആശയായി മാറി. ആശ ആഗ്രഹമായി വർദ്ധിക്കുക, ആഗ്രഹം തന്റെ ഉള്ളിൽ മോഹമായി. പിന്നെ എങ്ങനെയെങ്കിലും ആ മോഹത്തെ കീഴ്പ്പെടുത്തുക. അതിനുവേണ്ടി എന്ത് ചെയ്തു? ബേർശേബയുടെ ഭർത്താവിനെ കൊല്ലാൻ വരെ ദാവീദ് തയ്യാറായി, അല്ലേ? അങ്ങനെ അവളെ വശീകരിച്ചു. അപ്പൊ മോഹം എന്ത് ചെയ്തു? ഗർഭം ധരിച്ചു ദാവീദിന്റെ ഹൃദയത്തിൽ. ആ മോഹം ദാവീദിന്റെ ഹൃദയത്തിൽ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു എന്ന് പറഞ്ഞവരെ താൻ പാപിയായി മാറി. ഇത് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നതാണ്, ഇന്നത്തെ ജനത്തിൽ നടക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഉള്ളിലെ ഹൃദയത്തെ നീ മാറ്റിയില്ലെങ്കിൽ, നിന്റെ പഴയ ഹൃദയം, പാപം വസിക്കുന്ന ഹൃദയം, കുറ്റബോധമുള്ള ഹൃദയം, കുറ്റബോധമുള്ള ഹൃദയം, അതുപോലെ തന്നെ ഹൃദയം കുറ്റപ്പെടുന്ന ഹൃദയം, അശുദ്ധിയുള്ള ഹൃദയം, വഞ്ചനയുള്ള ഹൃദയം, മോഹത്തിന്റെ ഹൃദയം, സകലതും നീക്കിക്കളഞ്ഞിട്ട് നീ വിശുദ്ധി പ്രാപിക്കണം, അല്ലേലിയ. ഇന്ന് അനവധി കുടുംബങ്ങൾ തകരുന്നത് അശുദ്ധമായ ഹൃദയങ്ങൾ ഒന്നിച്ച് കുടുംബത്തിൽ വസിക്കുന്നത് കൊണ്ടാണ്. പരസ്പരം വഞ്ചന, കൂട്ടുകാരനെ ചതിക്കുക, കൂട്ടുകാരിയെ ചതിക്കുക, അന്യന്റെ ഭാര്യയെ മോഹിക്കുക, അല്ലേലിയ. അന്യന്റെ ഭാര്യയോടൊപ്പം ഒളിച്ചോടുക, അല്ലേലിയ. മറ്റൊരുത്തന്റെ സമ്പത്ത് അപഹരിക്കുക, കൊള്ള പലിശ വാങ്ങുക, പിടിച്ചു പറിക്കുക, അപഹരിക്കുക, അതിര് തോണ്ടുക, മറ്റൊരാളുടെ മേൽ കേസ് കൊടുക്കുക, അവനെ കൊടുക്കുക, അവനെതിരെ ചതി ആരോപണങ്ങൾ കൊണ്ടുവരിക, അവന്റെ ദൂഷണം പറയുക, കൂട്ടം കൂടിയെന്ന് മറ്റൊരാൾക്കെതിരെ ദൂഷണം പറയുക. ഇതിങ്ങനെയുള്ള എല്ലാ ദുഷ്ടഹൃദയങ്ങൾ, ഇങ്ങനെയുള്ള ദുഷ്ടഹൃദയങ്ങളൊക്കെ നീക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് സ്തോത്രം സ്വന്തം കുടുംബജീവിതത്തിൽ ഭാര്യയെ കൂടാതെ മറ്റൊരു ബന്ധമുണ്ടെന്നാണ്, അല്ലേലിയ. അങ്ങനെ പലപ്പോഴും നമ്മൾ കാണുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ എന്റെ കണ്ണിനാൽ വലിയ പാപത്തിന്റെ കറകൾ വശീകരിക്കുന്ന ചില സംഭവങ്ങളെ കാണുവാൻ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ കൂടി നിന്ന സ്ഥലത്ത് എന്നോടൊപ്പം 3-4 പേരുണ്ട്. അവരുമായി ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കണ്ണുകളിൽ പെടുന്നത്. അവിടെ നിന്ന ജനമെല്ലാം മൂക്കത്ത് കൈവച്ച് പോകത്തക്ക പോലെ ആ പാപത്തെ കാണുവാൻ കഴിഞ്ഞു, അല്ലേറിയ. അപ്പോൾ ഞാൻ അവരോട് ഈ വചനം പറഞ്ഞു: ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമെന്ന് ആ വ്യക്തിയോടും ദൈവം ഇടപെടണം, നമ്മളിലും ഉണ്ടാകണമെന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ള പാപങ്ങൾ കാണുമ്പോഴാണ് ആ ഒരു വശീകരണം നമ്മളിലേക്ക് കടന്നു വരാം. ആ വശീകരണം നമ്മുടെ ഉള്ളിൽ പാപമായി ജനിക്കും. അത് നമ്മൾ ദൈവത്തിനെ കുറ്റക്കാരനായി മാറും. അതുകൊണ്ട് പ്രിയരെ, ഈ നിലവിളി നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ നിലവിളിക്കണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിലവിളിയുടെ അനുഭവം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ബാഹ്യമായ പ്രകടനമല്ല ആന്തരിക ശുദ്ധി എന്ന് പറയുന്നത്, അല്ലേലിയ. അപ്പം ബാഹ്യമായ പ്രകടനമല്ല, ആന്തരിക പരിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ആന്തരികമായ പുറമെയുള്ള പ്രകടനങ്ങൾ കൊണ്ട് അകത്ത് ശുദ്ധീകരണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വചനം വായിക്കുമ്പോൾ 51-ാം സങ്കീർത്തനം അല്ലെങ്കിൽ അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. പുറമെ നമ്മൾ വില കൂടിയ സോപ്പിട്ട് കുളിക്കുന്നതും വിലയേറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ല സുഗന്ധമുള്ള പെർഫ്യൂം ധരിച്ചതുകൊണ്ട് കണ്ണെഴുതി പൊട്ടുകുത്തി കാതിലും കഴുത്തിലും കയ്യിലും കാലിലും വിരലിലും എല്ലാം ഇഷ്ടംപോലെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ്, അതും പോരാഞ്ഞ് മൂക്കും കുത്തിത്തുളച്ച് എവിടെല്ലാം പുളയ്ക്കുക അവിടെ എല്ലാം കുത്തിത്തുളച്ച് മനുഷ്യൻ തന്റെ ശരീരത്തിന് സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ഓരോന്നും ചെയ്തു കൊടുക്കുന്ന അലങ്കാര വസ്തുക്കളെ കൊണ്ടല്ല നിന്നെ ശുദ്ധീകരിക്കേണ്ടത്, നിന്നെ അലങ്കരിക്കേണ്ടത്. അതൊക്കെ ബാഹ്യമായ പ്രകടനമാണ്.
അന്തർഭാഗത്തിലാണ് പരിശുദ്ധി ആവശ്യം. ഹല്ലേലൂയ. ആമി നിങ്ങൾ നേർച്ച കാഴ്ചകൾ ചെയ്തതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ, നിങ്ങൾ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടോ, പാപത്തിന്റെ പരിഹാരമായി നിങ്ങൾ പലരെ സഹായിച്ചതുകൊണ്ടോ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്ത് നിങ്ങൾ ദൈവസനയിൽ തന്നെത്താൻ താഴ്ത്തിയാലും ഹല്ലേലൂയ, നിങ്ങളുടെ അന്തർഭാഗത്തിൽ ശുദ്ധി ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പം ബാഹ്യമായ പ്രകടനത്തിലല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ ബാഹ്യമായ പ്രകടനത്തിലൂടെ മനുഷ്യനെ ബോധിപ്പിക്കത്തക്ക നിലയിൽ മനുഷ്യനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം പലതും ചെയ്തു കാണിക്കുന്ന കാലഘട്ടമാണ്. ഹല്ലേലൂയ. അതല്ല ദൈവം ആഗ്രഹിക്കുന്ന ശ്രോതാവേ, നിന്റെ ബാഹ്യമായ ആമീൻ പ്രകടനം മാറ്റിവെച്ച് നിന്റെ ഉള്ളിൽ ഒരു ആന്തരിക പരിശുദ്ധി ഉണ്ടാകണം. പ്രൈസറോ. ആന്തരിക പരിശുദ്ധി നിന്റെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നിന്റെ പഴയ ഹൃദയത്തെ നീ മാറ്റണം. രക്തജയം. പഴയ ഹൃദയം പാപത്തിന്റെ ഹൃദയമാണ്. പിന്നെ എങ്ങനെയാണ് പുതിയ ഹൃദയം വരുന്നത്? ഒരിക്കൽ ദക്ഷിണാഫ്രിക്കയിലുള്ള ഡോക്ടർ, ഒരു ക്രിസ്ത്യൻ ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് ഫെർണാൾഡ് എന്നാണ്. അദ്ദേഹം 20-ാം നൂറ്റാണ്ടില് നിഷ്പ്രയോജനമായ നശിച്ചു പോയ രോഗം പിടിപെട്ട ഒരു മനുഷ്യന്റെ ഹൃദയം മാറ്റി പുതിയ ഹൃദയം ഘടിപ്പിക്കുന്ന ചികിത്സാ രീതിയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. പാപം വസിക്കുന്ന, രോഗം വസിക്കുന്ന, അശുദ്ധി നിറയപ്പെട്ട, നിഷ്പ്രയോജനമായി പ്രയോജനമില്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ഈ ക്രിസ്ത്യൻ ഡോക്ടർ ഫെർണാൾഡ് എന്ന് പറയുന്ന വ്യക്തി മാറ്റി പുതിയ ഹൃദയം സ്ഥാപിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ പഴയ ഹൃദയം മാറി എന്ന് പറഞ്ഞപോലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് അന്ന് ആ ഡോക്ടർ പ്രാരംഭം കുറിച്ചതുപോലെ പുതിയ നിയമസഭയോട് ദൈവം പറയുന്നത് നിന്റെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകണം. ബാഹ്യമായ ബാഹ്യ പ്രകടനം കൊണ്ടൊന്നും നിനക്ക് ദൈവരാജ്യത്തിൽ എത്താൻ കഴിയില്ല. ആന്തരികമായ പരിശുദ്ധിയെങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയിൽ എത്തുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിലെ 17-ാം വാക്യമായിരിക്കും, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ ആകുമ്പോൾ, ക്രിസ്തുവിൽ നമ്മൾ ജനിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോൾ നമ്മുടെ പഴയ ഹൃദയത്തെ മാറ്റി ദൈവം നമുക്കൊരു പുതിയ ഹൃദയം തരികയാണ്. ഇതാണ് ദാവീദ് നിലവിളിച്ച്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ നിലവിളിക്കണം കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സ്ഥിരമായ ആത്മാവിനോട് നിലവിളിക്കണം. ഹല്ലേലൂയ. പരസ്പരം കുറ്റം പറഞ്ഞും കുറ്റം ചാർത്തിയും അയൽവക്കം തോറും നുണ പറഞ്ഞും നടക്കുന്ന അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. വീട്ടിൽ പണിയില്ലാഞ്ഞിട്ടാണോ, വീട്ടിൽ ഉത്തരവാദിത്വം ഇല്ലാഞ്ഞിട്ടാണോ, അതെല്ലാം മാറ്റിവെച്ചിട്ട് മിനക്കെട്ട് നടന്ന് നുണ പറയുന്ന സഹോദരിമാർ പരസ്പരം മറ്റ് ലോത്തിനെ പോലെ സോദോം പട്ടണവാതിക്കൽ പോയിരുന്ന പോലെ തെരുക്കോടുകളിലും പെരുവഴിയിലും പോയിരുന്ന് മറ്റുള്ളവന്റെ കുറ്റം പറയുന്ന സഹോദരന്മാർ. ഹല്ലേലൂയ. ഇതൊക്കെ മാറ്റിയിട്ടേ പുതിയ ഹൃദയം പ്രാപിക്കണമെന്ന്. സ്തോത്രം. പുതിയ ഹൃദയം പ്രാപിക്കണം. പുതിയ ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ആന്തരിക പരിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുള്ളൂ. പഴയ ഹൃദയം മുഴുവൻ പാപം നിറഞ്ഞത്, രോഗം നിറഞ്ഞതാണ്. ഹല്ലേലൂയ. അത് നീരുവെച്ച ഹൃദയമാണ്. അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം ദുഷിച്ചതാ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് വിശുദ്ധി. അതുകൊണ്ടാണ് പറഞ്ഞത്, ബാഹ്യ പ്രകടനമല്ല ആന്തരിക പരിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം അന്തരംഗമാണ് ദൈവം അറിയുന്നത്. നമ്മുടെ അന്തരംഗമാണ് ദൈവം അറിയുന്നത്. നിന്റെ ഹൃദയത്തെ ദൈവം അറിയുന്നു. ഹൃദയത്തെ അറിയുന്നവൻ എന്നെ തൂക്കി നോക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നെബൂഖദ്നേസറിന്റെ മകനായിരുന്ന ബേൽശസ്സർ പാപം ചെയ്തു. തന്റെ അപ്പൻ എടുത്തുകൊണ്ട് ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് പോയ പാത്രങ്ങളിലെല്ലാം നെബൂഖദ്നേസറിന്റെ മകൻ ബേൽശസ്സർ തന്റെ വെപ്പാടികളോടൊപ്പം കൂടിയെന്ന് വീഞ്ഞു കുടിച്ചു. തന്റെ ഹൃദയത്തിലെ അശുദ്ധിയെ ദൈവം കണ്ടു. അവനെ തൂക്കി നോക്കി. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകങ്ങൾ വായിക്കണം. അവന് ദൈവം തൂക്കി നോക്കി. അവന്റെ ഹൃദയം അശുദ്ധിയുള്ളതാണെന്ന് കണ്ടു. അവൻ ജീവൻ പോയെന്നുള്ളതാ. നിലം വിറ്റ വകയിൽ കുറെ എടുത്തു വെച്ചിട്ട് പത്രോസിന്റെ അരികിലേക്ക് ചെന്ന അനന്യാസ് നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനന്യാസ് വീണ് മരിച്ചു. ഇതൊന്നും പറയാതെ കുറെ കഴിഞ്ഞ് അവന്റെ ഭാര്യ ചെന്നു. അവളോടും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അവളും വീണ് മരിച്ചു. ഹൃദയത്തിന്റെ അശുദ്ധി. പഴയ ഹൃദയത്തോടുകൂടി പാപം വസിക്കുന്ന, ദിവ്യാഗ്രഹമുള്ള, വഞ്ചനയുള്ള, കളവുള്ള, ദുഷ്ടതയുള്ള, അശുദ്ധിയുള്ള, ജടികമായ വ്യഭിചാര ചിന്തകൾ കൊണ്ട് നിറയപ്പെട്ട നിന്റെ പഴയ ഹൃദയത്തെ നീ മാറ്റണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദൈവദാസിയെ, നിന്റെ പഴയ ഹൃദയത്തെ നീ മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ ഹൃദയം നമുക്ക് നിത്യതയിലെത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതിനെ നീക്കി പുതിയത് പ്രാപിക്കണം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത്
പെസഹ കുഞ്ഞാടിന്റെ രക്തം തളിക്കുന്നതും അല്ലേലിയ. പെസഹ കുഞ്ഞാടിന്റെ രക്തം തളിക്കുന്നതും അല്ലേലിയ. പുറപ്പാട് പുസ്തകം 12:22 കാണാൻ കഴിയും. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിനും ലേവ്യ പുസ്തകം 14:6 അപ്പം മരിച്ചുപോയ ഒരുവന്റെ ശവത്തെ തൊട്ടത് മൂലമുള്ള ശുദ്ധീകരണത്തിനും അന്ന് ആ കാലഘട്ടത്തിൽ സംഖ്യാപുസ്തകം 19:18 വായിച്ചേക്കാണെങ്കിൽ ഈസോപ്പ് ചെടി ഉപയോഗിച്ചതായി കാണുന്നു. ഐസോപ്പ് ചെടി കൊണ്ട് അന്ന് അറുക്കപ്പെടുന്ന കുഞ്ഞാടിന്റെ രക്തത്തിൽ മുക്കി പാപിയായ മനുഷ്യന്റെ മേൽ തളിക്കുമായിരുന്നു, അവന് ശുദ്ധീകരണം വരുത്താൻ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പെസഹ കുഞ്ഞാടിന്റെ രക്തം ഈസോപ്പ് തന്റെ മേൽ മുക്കി നമ്മുടെ മേൽ തളിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ നമ്മുടെ കഠിനമായ ഹൃദയത്തെ, പാപം നിറഞ്ഞ ഹൃദയത്തെ, അശുദ്ധി നിറഞ്ഞ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ ഹല്ലേലൂയ ഇവിടെ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ മാത്രമേ നമുക്ക് ശുദ്ധീകരണമുള്ളൂ. അത് ഏത് ഭാവിയുടെയും ഹൃദയത്തിന്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തന്റെ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കും. നമ്മൾ 1 യോഹന്നാൻ 1:7 വായിക്കുന്നത്. ഞാൻ മിക്കവാറും ഈ വചനം പറയാറുണ്ട്. കാരണം ഇതുകൊണ്ടാണ് പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ അല്ലെങ്കിൽ ശുദ്ധീകരണം തന്നെയെന്ന് വചനം വായിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇതെല്ലാം ദൈവ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന. പക്ഷെ നമുക്കിതെല്ലാം അറിയാം, കാണാതെ പറയാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, മറ്റുള്ളവരോട് പറഞ്ഞ് കേൾപ്പിക്കാനൊക്കെ അറിയാം. പക്ഷേ ഇത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പരിശുദ്ധിയില്ലെങ്കിൽ ഞാൻ പാപി തന്നെയാ. അല്ലേലിയ. ഞാൻ നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് ദൈവവചനം പറയുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പരിശുദ്ധിയില്ലാതെ ഞാൻ എന്തെല്ലാം ബാഹ്യമായി പ്രകടനം കാണിച്ചാലും അതിന് ദൈവം പ്രസാദിക്കുന്നില്ല. ഇന്നത്തെ പല പ്രസംഗകരും എന്ത് ചെയ്യുന്നു? ബാഹ്യമായ പ്രകടനമാണ്. പല വിശ്വാസികളും ബാഹ്യമായത്, ആന്തരികമായി പരിശുദ്ധി ഇല്ലാതാണ് ആമേൻ സഭയിൽ നിന്ന് ആരാധിക്കുന്നത്. സഭയ്ക്കകത്ത് ഒന്നിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ആമേൻ ശബ്ദത്തിൽ ആരാധിക്കുന്ന സഹോദരന്മാരെ കുറ്റം വിധിക്കുന്നവർ സഭയ്ക്കകത്ത് തന്നെ ഇരിക്കുന്നു. സഭയ്ക്കകത്ത് ആമേൻ വെറും ബാഹ്യമായി പ്രകടനം നടത്തുന്ന മൊബൈൽ കളിച്ചിരിക്കുന്നവർ സഭയ്ക്കകത്തുണ്ട്. സഭാ ശുശ്രൂഷകന്മാർ ശുശ്രൂഷ നടക്കുമ്പോഴും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. പല കൺവെൻഷൻ സ്റ്റേജുകളിൽ നിങ്ങൾ നോക്കണം. പല സഭയുടെ പുൽപ്പിറ്റകത്തും പുതിയ ആളുകൾ വരികയും പോവുകയും ചെയ്യുമ്പോൾ പുതിയ ദൈവദാസന്മാരെയൊക്കെ വിളിച്ച് മെസ്സേജ് ഇരുത്തുമ്പോൾ സഭയ്ക്കകത്ത് ഭയങ്കര ആരാധന, തീപ്പൊരി ആരാധന സഭയ്ക്കകത്ത് നടക്കുക. ദൈവമക്കൾ ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗസ്റ്റായിട്ട് വന്ന ദൈവദാസനെ നിന്ന് മൊബൈലിൽ നോക്കുക. അദ്ദേഹം രഹസ്യത്തെ ഇങ്ങനെ കൈപിടിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവനെയൊക്കെ സഭയിൽ നിന്ന് ഇറക്കി വിടണം, ഇവനെയൊക്കെ സഭയിൽ ഇരുത്തരുത്, ഇവനെയൊന്നും പ്രസംഗിപ്പിക്കരുത്. ദൈവസഭയുടെ ശുശ്രൂഷ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പം സഭായോഗം നടക്കുന്ന സമയത്ത് സഭയ്ക്കകത്ത് മൊബൈൽ വിളിക്കുന്ന, സഭയ്ക്കകത്ത് മൊബൈലിൽ സംസാരിക്കുന്ന, മെസ്സേജ് നോക്കുന്ന ദൈവദാസന്മാരായിരുന്നാലും സഭാശൂട്ടനെ അവനെ കർശനമായി തർജ്ജനം ചെയ്യണം. കാരണം അവർ ബാഹ്യമായി പ്രകടനം ചെയ്യുന്ന, അവർ ആന്തരിക പരിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ലോകത്തിന്റെ ജടികമായത് സഭയുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. എത്ര മീറ്റിങ്ങുകൾ കാണാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അവരെയൊന്നും സഭയ്ക്കകത്ത് കയറ്റരുത്. അവരുടെ ഉള്ളിൽ ആന്തരിക പരിശുദ്ധിയില്ല. കാൽവരിയിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് തളിക്കപ്പെട്ട ഹൃദയം, നിർമ്മലമായ ഹൃദയമില്ലാതെ പഴയ ഹൃദയം കൊണ്ട് വന്നിരിക്കുക പലരും. ഹല്ലേലൂയ. പഴയ ഹൃദയം കൊണ്ട് വന്നിട്ട് ബാഹ്യമായ പ്രകടനത്തോടെ ചാടുന്നു, ഓടുന്നു, ചവിട്ടുന്നു, തൊഴിക്കുന്നു, തുപ്പുന്നു, അടിക്കുന്നു, ശാസിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ശുശ്രൂഷകന്റെ ബാഹ്യമായ പ്രകടനത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ പണ്ടൊക്കെ ഒരുപാട് മീറ്റിങ്ങുകൾ പങ്കെടുത്തു. ചിലരൊക്കെ കൊണ്ട് മീറ്റിങ്ങുകൾ കാല് പറിച്ചങ്ങ് തൊഴിക്കും. വലിയ കാല് പറിച്ച് കന്നുകാലി തൊഴിക്കുന്ന പോലെ ചാടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഓക്കാനമായി ഛർദിലായി ഉടനെ സഭയ്ക്കകത്ത് ഒന്ന് പാസ്റ്റർ ഭാര്യ അല്ലെങ്കിൽ സഭയിൽ വെച്ച് ബക്കറ്റ് കൊണ്ടിരുന്ന് ഛർദിക്കുന്നു, പാസ്റ്റർ ശാസ്ത്രിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് യോഗം കഴിയും വീണ്ടും പഴയ പടി തന്നെ. അല്ലേലിയ. പണ്ട് പഴമക്കാര് പറയുന്നുണ്ട്, 12 വർഷം നായുടെ വാല് കുഴലിൽ ഇട്ടിട്ട് ആ കുഴൽ ഊരിയാലും നായുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കുമെന്നാ. അത് പഴമക്കാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. എന്ന് പറഞ്ഞ എന്തെല്ലാം ബാഹ്യ പ്രകടനം കാണിച്ചാൽ എന്നെ കേൾക്കുന്ന സഹോദരൻ, എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ക്രൈസ്തവ സമൂഹത്തോട് സകല ജനത്തോടും പറയട്ടെ, ബാഹ്യമായ പ്രകടനമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ ഹൃദയം പാപം നിറഞ്ഞ ഹൃദയമാണ്. ആശയും ആഗ്രഹവും മോഹം വർദ്ധിച്ച് ആ മോഹം പാപത്തെ ഗർഭം ധരിച്ച് അത് തന്നെ പാപത്തിലേക്ക് വീഴ്ത്തി ആ ഹൃദയം തന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്
ദൈവം ആ കാലഘട്ടത്തിൽ നാഥാം പ്രവാചകനെ കൊണ്ട് അത് വെളിപ്പെടുത്തി കൊടുത്തു. ആ മനുഷ്യൻ നെടുമ്പാട് വീണ് നിലവിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ നമ്മൾ വായിക്കുന്നത്. അത് നിങ്ങളോടുള്ള ദൂത, നിങ്ങളുടെ കുടുംബത്തോടുള്ള ദൂത. എന്നെ കേൾക്കുന്ന യുവക്കൻ പറയട്ടെ, മാതാപിതാക്കളെ അറിയാതെ മാതാപിതാക്കളെ വഞ്ചിച്ച് രഹസ്യ ബന്ധം പുലർത്തുന്ന കാമുകന്മാരോട് ജീവിക്കുന്ന ജീവിതം അല്ലേടിയ. കോളേജിൽ വിട്ട കോളേജിൽ പോകാതെ, സ്കൂളിൽ വിട്ട സ്കൂളിൽ പോകാതെ, അല്ലെങ്കിൽ മറ്റു വസ്ത്രം കൂടെ വായിക്കനകത്ത് എടുത്തുകൊണ്ട് മാതാപിതാക്കളെ വഞ്ചിക്കുന്ന യൗവനക്കാർ വർദ്ധിക്കുന്നു. ദൈവസഭയ്ക്കകത്ത് അങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ട് ഇത് പറയുക, നീ ദൈവത്തോട് വഞ്ചന കാണിക്കരുത്, പാപം ചെയ്യരുത്. പാപം നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും. വിശുദ്ധന്മാർക്കും വേണ്ടി മാത്രമാ സ്വർഗം. ഒരു പാപിക്ക് സ്വർഗത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ഒരു പാപിക്ക് സ്വർഗം കിട്ടത്തില്ല. പാപിക്ക് കിട്ടുന്നത് നരകമാ. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവാ. അവിടെ നിനക്ക് കരകയറുവാൻ കഴിയത്തില്ല, രക്ഷപ്പെടാൻ കഴിയത്തില്ല. നിന്റെ നിത്യത മുഴുവൻ കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള ആ നിത്യ നരകത്തിൽ നീ യാതന അനുഭവിക്കും. അല്ലേലൂയ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാഹ്യമായ പ്രകടനം മാറ്റിവെച്ചിട്ട് ആന്തരിക പരിശുദ്ധിയോടുകൂടി നീ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത്. ഈ 10 വാക്യം ഹൃദയത്തിൽ ശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നിർമ്മലത ഉണ്ടാകത്തുള്ളൂ. ഹൃദയത്തിൽ ശുദ്ധീകരണം ഇല്ലാത്തടത്തോളം കാലം നമ്മുടെ ഹൃദയം ദുഷ്ടന്റെ ഹൃദയമാണ്. അല്ലേലിയ. പാപിയുടെ ഹൃദയമാണ്, പരിഹാസിയുടെ ഹൃദയമാണ്. അല്ലേലിയ. അതുകൊണ്ട് ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം ഉണ്ടാകണം. ഈ കാലഘട്ടത്തിൽ സകല ജനത്തോടും പറയട്ടെ, ലോകമെമ്പാടുമുള്ള സകല ജനത്തിന്റെ ഹൃദയത്തിൽ ശുദ്ധീകരണം നടക്കണം. അല്ലേലിയ. ഇവിടെ തീവ്രവാദികൾ പെരുകുന്നു, ഭീകരവാദികൾ പെരുകുന്നു, വർഗീയവാദികൾ പെരുകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓർപ്പിച്ചു, പലപ്പോഴും ഓർപ്പിക്കുക, വീണ്ടും ഇത് ഓർപ്പിക്കുക. എന്തുകൊണ്ടാണ് ഇത് ഓർപ്പിക്കുന്നത്? മറ്റുള്ളവന്റെ രക്തം ചൊരിയിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവന്റെ സമ്പത്തുകൾ അപഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കോലാഹലങ്ങൾ എത്ര വലുതാണ് ശ്രോതാവി. ഇന്ന് പകൽ നീ മടങ്ങി വാ, മാനസാന്തരപ്പെട. ലേലിയ. നിന്റെ ഉള്ളിനകത്തെ കപടതയെ നീ നീക്കിക്കളയണം. അല്ലേലിയ. ഇവിടെ ദൈവത്തിന് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മുഖ്യ കാരണം ഹൃദയമാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കണമെങ്കിൽ നന്നായി അത് സംയോജിപ്പിച്ച് കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നല്ല നിലയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ആവശ്യമാണ്. അല്ലേലിയ. ഹൃദയം ആവശ്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം, നമ്മുടെ ജീവന്റെ ആധാരം. അല്ലെങ്കിൽ ശരീരം മുഴുവനും അല്ലേലിയ. നമ്മുടെ ജീവിതത്തിന്റെ അല്ലേലിയ ആധാരം എന്നൊക്കെ പറയില്ലേ, ജീവിതത്തിന്റെ ആരംഭം ഒക്കെ അല്ലെ, ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും നമ്മുടെ ശരീരം മുഴുവനും രക്തം എത്തിക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ ഹൃദയം. അല്ലേലിയ. കാരണം ഒരു വണ്ടി ഓടണമെങ്കിൽ ആ വണ്ടിയുടെ എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് ഡീസലും പെട്രോളും വേണം. അല്ലെങ്കിൽ ഡീസലും പെട്രോളും ഇല്ലാതെ ആ വണ്ടിയുടെ എഞ്ചിൻ പ്രവർത്തിക്കത്തില്ല. അതിനകത്ത് ഒഴിക്കുന്ന ഡീസലിൽ പെട്രോൾ, ഏത് ഇന്ധനം കൊണ്ടാണോ വണ്ടി ഓടുന്നത്, ആ ഇന്ധനം അതിന് എഞ്ചിന്റെ എല്ലാ ഭാഗത്തൂടെ കയറി ഇറങ്ങി ചെല്ലുമ്പോഴാണ് ആ ഇഞ്ചൻ ശരിയായ രീതിയിൽ പ്രവർത്തനം നടക്കുന്നതും ആ വണ്ടി നേരായ രീതിയിൽ ഓടുന്നതും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും യഥാർത്ഥമായ പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നമ്മുടെ ഹൃദയത്തിൽ തളിക്കപ്പെട്ട് ആ കുഞ്ഞാടിന്റെ രക്തം നമ്മുടെ ഹൃദയത്തിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലേലിയ. ആ രക്തം നമ്മുടെ ഹൃദയത്തിൽ പമ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ, കുഞ്ഞാടിന്റെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അന്തർഭാഗങ്ങളിലേക്കും, എല്ലാ നാഡി നരമ്പുകളിലേക്കും, ജോയിന്റുകളിലേക്കും, എല്ലാ രക്തധമനികളും പേശികളും എല്ലാം ഈ കുഞ്ഞാടിന്റെ രക്തം വ്യാപിച്ചൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നിന്നെ ദൈവം കൊണ്ടുവരിക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിന്റെ ജീവാരംഭത്തിന്, ജീവിതത്തിന്റെ ആധാരത്തിന് കാരണമായിരിക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. ഇതിനകത്ത് കുഞ്ഞാടിന്റെ രക്തം എപ്പോഴും പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. രക്തം ചെയ്യും. വല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ഹൃദയത്തിനകത്തെ അശുദ്ധി നീക്കിക്കളയണം. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അശുദ്ധി നീക്കിക്കളയണം. ഇവിടെ ദൈവം പറയുന്നത് സ്തോത്രം, നാം പാപം ചെയ്ത നാൾ മുതൽ പാപങ്ങളെ ഏറ്റുപറയുന്നിടം വരെ നമ്മുടെ ഹൃദയം അശുദ്ധമാണ്. ഹല്ലേലൂയ. ഹൃദയത്തിനകത്തുനിന്ന് പാപം ഏറ്റുപറഞ്ഞാൽ പിന്നെ ഹൃദയത്തിനകത്ത് അശുദ്ധി വരരുത്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് നിന്ന് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഹൃദയത്തിൽ ആ രക്തം പമ്പ് ചെയ്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെ ആ രക്തം എത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരേണ്ട സ്നേഹമാണ്.
ഹൃദയത്തിനകത്തുനിന്ന് പുറത്തേക്ക് വേണ്ടിയ സ്നേഹമാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്ത് വരേണ്ടത് അല്ലെങ്കിൽ ഹൃദയത്തിൽ ഈ കുഞ്ഞാണ്ട് രക്തം പമ്പ് ചെയ്ത് നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ഹൃദയത്തിനകത്തുനിന്ന് ആത്മാവിന്റെ ഫലങ്ങൾ വരണം. ലേലിയ. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, ആമി സ്തോത്രം, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം, ഈ വകയ്ക്ക് വിരോധമായ യാതൊരു ന്യായപ്രമാണമില്ല. അപ്പൊ ആത്മാവിന്റെ ഫലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുറ്റബോധം നമ്മുടെ ഉള്ളിൽ മാറി പാപത്തിന്റെ പാപമുള്ള ഹൃദയം മാറിയിട്ട് ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയം ഉണ്ടാകണം. എന്നാൽ നമ്മുടെ പഴയ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ കൊണ്ടു നടക്കുന്നെങ്കിൽ പഴയ ഹൃദയത്തിനകത്ത് സകലത ഉണ്ടാകും. നമ്മുടെ പഴയ ഹൃദയത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16, 17, 18 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നമ്മിന്റെ അടിയ ഗലാത്യങ്ങൾ 5:16 തൊട്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അല്ലേ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന അവർക്കാണ് നമ്മൾ ന്യായപ്രമാണം കീഴില്ല. എന്നിട്ട് ജഡത്തിന്റെ പ്രവർത്തികളോ, ജഡത്തിന്റെ പ്രവർത്തി വായിക്കാം. എന്താണ് ജഡത്തിന്റെ പ്രവൃത്തികളോ? അല്ലെ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തഭക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഈ തുടങ്ങിയ 15 പരിപാടി നിന്റെ പഴയ ഹൃദയത്തിനകത്തുണ്ട്. ജഡത്തിന്റെ പ്രവർത്തികളെ നീക്കിക്കളയണം. അല്ലേലിയ. ജഡത്തിന്റെ പ്രവർത്തികൾ ദുർനടപ്പാ, ദുഷ്കാമമാ, അശുദ്ധിയാ. അപ്പം ദാവീദ് എന്ന് പറയുന്ന വ്യക്തി തന്റെ മാളികയുടെ മട്ടുപ്പാവിൽ കയറി ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ തന്റെ ജഡത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചിന്ത, ജഡത്തിൽ വന്ന ആ ചിന്ത എന്ത് ചെയ്തു? തന്നെ ദുർനടപ്പിലേക്കും അശുദ്ധിയിലേക്കും ദുഷ്കാമത്തിലേക്കും കൊണ്ടുപോയി. അല്ലേലിയ. അതാണ് തന്റെ ജീവിതത്തിനകത്ത് കുറ്റബോധം, തന്നെ അലട്ടുന്ന പാപത്തിന്റെ ആ ചെളി പിടിച്ച അനുഭവങ്ങൾ. അല്ലേലിയ. അത് ദാവീദിനെ വേദനിപ്പിച്ചു. ആ മനുഷ്യൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചത്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനിൽ പകരണമേ. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, മറ്റു കുടുംബത്തിൽ ജനിച്ചു കൊള്ളത്തപ്പെട്ട പെണ്ണിനെ നിങ്ങളുടെ ചെറുക്കൻ കെട്ടിക്കൊണ്ട് വീട്ടിൽ വന്ന് കഴിയുമ്പം തന്നത് കുറഞ്ഞുപോയി, മേടിച്ചോണ്ട് പോവാ, വീതം മേടിച്ചോണ്ടൊക്കെ പറഞ്ഞ് മരുമകളെ കുറ്റപ്പെടുന്ന അമ്മായിമാര. അല്ലേലിയ. അല്ലേലിയ. ഇതൊക്കെ പറയുമ്പോൾ മരുമോള്, അല്ലേലിയ, അമ്മായിയമ്മയെ ചവിട്ടി മെതിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ. അപ്പനെയും അമ്മയും മക്കളെയും പരസ്പരം ബഹുമാനിക്കാതെ നികഷ്ടബുദ്ധിയിൽ നടക്കുന്ന അനവധി ജീവിതം കൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നിന്റെ ഉള്ളിലെ മാനസാന്തരം, നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലെ പരിശുദ്ധത നീ ആഗ്രഹിക്കുന്നത്. അല്ലേ? അല്ലാതെ ഈ ബാഹ്യമായ പ്രകടനം കൊണ്ട് നീ എന്ത് കാണിച്ചാലും അത് ദൈവം പ്രസാദിക്കുന്നില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നും ദൈവഭക്തനായി തന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അല്ലേലിയ. നിനക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, ലോകപരിജ്ഞാനമുണ്ട്, ഭാഷാജ്ഞാനമുണ്ട്, സാമ്പത്തികമുണ്ട്, പാരമ്പര്യമുണ്ട്. നീ ഒരുപാട് സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നവനാണ്. സഭയുടെ ഉന്നത സ്ഥാനമാനങ്ങളിൽ നീ ഇരിക്കുന്നവനാണ്. നിനക്ക് പേരുണ്ട്, പ്രശസ്തി ഒക്കെ ഉണ്ട്. പക്ഷേ നിന്റെ ബാഹ്യമായ പ്രകടനമാണ് നീ ചെയ്യുന്നതെങ്കിൽ നിനക്ക് നിത്യമായി സ്വർഗത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അന്തർഭാഗത്തിന് ശുദ്ധിയാണ്. അല്ലേ? അന്തർഭാഗത്തിൽ പരിശുദ്ധി വേണം. നിന്റെ ഹൃദയമാകുന്ന എഞ്ചിനകത്ത് കുഞ്ഞാടിന് രക്തം പമ്പ് ചെയ്ത് നിന്റെ ജീവിതം മുഴുവൻ യേശുവിന്റെ രക്തം കൊണ്ട് നിറയപ്പെടണം. എങ്കിൽ മാത്രമേ ആത്മാവിന്റെ ഫലം നിനക്ക് പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നീ ജഡത്തിന്റെ പ്രവർത്തികൾ, ജഡത്തിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം കേട്ടോ. അല്ലേലിയ. വേദപുസ്തകം കയ്യിലെടുത്തത് കൊണ്ടോ, വേദപുസ്തകന്റെ മുറിവാക്യങ്ങൾ കാണാതെ പഠിച്ചത് കൊണ്ടോ, ഇന്ന് പലർക്കും വേദപുസ്തകം ഉണ്ട് കയ്യില്. വേദപുസ്തകം ഒരു പൂജാവസ്തുവിനെ പോലെ വീട്ടിനകത്ത് ഭദ്രമായി സൂക്ഷിച്ച് പൂജിക്കുന്നത് പലരും ചെന്നാൽ കാണാൻ കഴിയും. ചില വീടുകളിൽ ചെന്നാൽ വേദപുസ്തകം മാറാമ്പലടിച്ചിരിക്കുക. ചിലരാണ് ഇത് മുഴുവൻ വായിക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ വായിച്ചിട്ട് പുസ്തകം നിറച്ച് എഴുതി വെക്കുന്നുണ്ട്, എഴുതി പഠിക്കുക. ഇത് എത്രമാത്രം വായിച്ചിട്ടും എഴുതി പഠിച്ചിട്ടും കാണാതെ പഠിച്ചിട്ടും ഹൃദയത്തിനകത്തെ മാറാമ്പൽ മാറുന്നില്ലെങ്കിൽ
എന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ ഹൃദയത്തിന് മാറാമ്പല് ചുക്കിരി വരെ എന്നൊക്കെ പറയാം. ഹൃദയത്തിനകത്ത് ചുക്കിരി വരെ മാറാമ്പലും മാറുന്നില്ലെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം ബാഹ്യപ്രകടനമാണ്. അല്ലേലിയ. ആമീൻ. വീട് അടിച്ചു വാരി അലങ്കരിച്ച് മാറാമ്പൽ തട്ടി വീടിന്റെ പൊടിയെല്ലാം തട്ടിയെടുത്ത് വീടിനകം ശുദ്ധീകരിക്കുന്നത് പോലെ നിന്റെ കൂടാരമാകുന്ന ഭവനം, നീ വസിക്കുന്നതിന്റെ കൂടാരമാകുന്ന നിന്റെ ഭവനം, നീ ആകുന്ന ഭവനത്തിനകത്ത് ആമീൻ ദൈവം നിന്റെ ഹൃദയം വെച്ചിരിക്കുന്ന ആ ഹൃദയത്തിനകത്ത് എല്ലാ മാറാമ്പലുകളും നീക്കിക്കളയണം. എങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നീ എത്ര ഉന്നതനായിരുന്നാലും എത്ര വലിയ പുളിയായിരുന്നു പറഞ്ഞാലും നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഭൂമിക്ക് നിന്നെ കൊണ്ട് പ്രയോജനമുണ്ട്, സാത്താന് നിന്നെ കൊണ്ട് പ്രയോജനമുണ്ട്, ജനത്തിന് നിന്നെ കൊണ്ട് പ്രയോജനം, ദൈവത്തിന് നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് നീ ദൈവസ്ഥലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് വീഴണം. പഴയ മനുഷ്യനെ നീ ഉരിഞ്ഞു കളയണം, രക്തം ചെയ്യണം. അല്ലേലൂയ. ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യണം? ആമേൻ. ദൈവിക സമാധാനം വരണം. അല്ലേലൂയ. അപ്പം ഹൃദയത്തിനകത്ത് ആത്മാവിന്റെ ഫലം വന്നു കഴിയുമ്പോൾ വാത്സല്യം നിറയും. അല്ലേലൂയ. മറ്റുള്ളവനെ സ്നേഹിപ്പാനുള്ള ഒരു അനുഭവം നിനക്കുണ്ടാകും. ഹല്ലേലൂയ. മറ്റുള്ളവരെ സ്നേഹിക്കുക, അവനെ കരുതുക, അവനെ ചേർത്ത് പിടിക്കുക, ഇതൊക്കെ ആമേ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് പരിശുദ്ധീകരപ്പെട്ടവന്റെ ഉള്ളിൽ വെളിപ്പെടുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഫീസിനെ പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മോട് പറയുന്നത്. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. പകുതി ഇവിടെയും പകുതി അവിടെയും. ഹല്ലേലൂയ. ചിലവരെയും വന്നിച്ചില്ലേലും നിന്ദിക്കണ്ട. അല്ലെങ്കിൽ അങ്ങനെ പലരും പറയുന്നത് വന്നിച്ചില്ലേലും നിന്ദിക്കണ്ട എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഇരുന്നോട്ടം എന്നുള്ളതാ. അതും വേണം ഇതും വേണം. ചിലവരെയും ദൈവം പാതി നാം പാതി, അങ്ങനെ ഒന്നും വേദോത്സവം പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ദൈവം നാം പാതി നാം പാതി എന്നും വന്നിച്ചില്ലേലും നിന്ദിക്കണ്ട എന്നൊന്നും വേദോത്സവം പറയുന്നില്ല. വേദപുസ്തകം പറയുന്ന 10 അധ്യായം വായിക്കും, ദൈവത്തെ മാമോനെയും കൂടെ നീ സേവിക്കരുത്, രണ്ടും കൂടെ നീ വെക്കരുതെന്നാ. ഏലിയാവിനെ ബന്ധത്തെ വിളിച്ച് 2 തോണി കാല് വെക്കരുത്. 2 തോണിയിൽ കാല് വെച്ചാണ് നീ ജീവിക്കുന്നെങ്കിൽ ആമൻ വെള്ളത്തിന്റെ ഇളക്കം വരുമ്പോൾ വള്ളങ്ങൾ അകലും. വള്ളങ്ങൾ അകലുമ്പോൾ വെള്ളത്തിന്റെ ഇളക്കം കൊണ്ട് വള്ളം രണ്ട് സൈഡിലേക്ക് മാറുമ്പോൾ 2 വള്ളത്തെ കാല് വെച്ചവന്റെ കാലിടറി അവൻ വെള്ളത്തിലകപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് 2 വള്ളത്തിൽ കാല് വെക്കരുത്. അത് വേദം 2 തോണി കാല് വെക്കണം. അപ്പൊ 2 തോണി കാല് വെക്കരുത്. ദൈവത്തെ മാമോനെ കൂടെ സേവിക്കരുത്. അവിടെയാകാം ഇവിടെയാകാം. അവരെന്തോ ഓർക്കും, ഇവരെന്തോ ഓർക്കും. പെരുന്നാളിന് വിളിച്ചു പോയില്ലല്ലോ, അവർ ഓർക്കും. മാമോദിസയ്ക്ക് വിളിച്ചു പോയില്ലല്ലോ, ആദ്യ കുർബാനയ്ക്ക് വിളിച്ചു പോയില്ലല്ലോ, ആമേൻ അല്ലേ കുറ്റിശയ്ക്ക് വിളിച്ചു പോയില്ലല്ലോ, ചാത്തത്തിന് വിളിച്ചു പോയില്ല, അവരെന്തോ ഓർക്കും എന്ന് അങ്ങോട്ടൊന്ന് പോയേക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 2 തോണി നീ കാല് വെക്കരുത്. നീ പുതിയ മനുഷ്യനായി കഴിഞ്ഞാൽ നിന്റെ ബാഹ്യമായ പ്രകടനമെല്ലാം മാറ്റിവെച്ചിട്ട് ആന്തരിക പരിശുദ്ധി നിന്റെ ഉള്ളിൽ വന്നാൽ നീ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം അനുഗമിക്കണം. അതുകൊണ്ട് യേശു പറഞ്ഞേ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ഹല്ലേലൂയ, അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ, അങ്ങനെ ഒരു നിയോഗം വന്നാൽ, അതൊരു ദൈവവിളിയായിട്ട് വന്നാൽ, ദൈവ ആലോചനയായിട്ട് വന്നാൽ, ആമേൻ നാം തന്നെത്താൻ ത്യജിക്കണം. പഴയതിനെ മുഴുവൻ ത്യജിച്ചിട്ട് തന്റെ ക്രൂശ് എടുത്ത്, ഹല്ലേലൂയ, എന്നെ അനുഗമിക്കണമെന്നാ. അതിന് എല്ലാവരും കുരിശെടുത്ത് അനുഗമിക്കുക. ഹല്ലേലൂയ. ഒരുവൻ എന്നെ അനുഗമിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് അനുഗമിക്കണമെന്ന് യേശു പറഞ്ഞൊരു പലരും കുരിശ് വന്നിട്ട് നടക്കുക. കുരിശ് നോക്കാനല്ല പറഞ്ഞത്. ആ ക്രൂശിലെ ക്രിസ്തുവിന്റെ കഷ്ടതയോട് പങ്കുചേരണമെന്ന്. ക്രൂശിലെ കർത്താവിന്റെ കഷ്ടതയോട് ആ കഷ്ടതയോട്, ആ ക്രൂശിലെ പരമയാഗത്തോട്, ക്രൂശിലെ കർത്താവിന്റെ യാഗമണ്ഡത്തോട് നീ പങ്കാളിയായി മാറണം. പഴയതിനെല്ലാം ഉരിഞ്ഞ് കളയണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നവന് മാത്രമേ ആ സ്വർഗീയ പർദീസയിൽ ചെല്ലുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ പർദീസ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നരകത്തിന്റെ പണി വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നരകത്തിന്റെ പണി പൂർത്തീകരിച്ചു. ആ നരകത്തിന്റെ പണി പൂർത്തീകരിച്ച് അവിടെ ആദ്യ ലോകത്തിലെ 1ാമത്തെ കുലപാതകനായിരുന്ന കായീൻ അവിടെ എത്തിച്ചേർന്നു. തുടർന്ന് ഇങ്ങോട്ട് അനവധി കുലപാതകന്മാരും മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും വ്യഭിചാരികളും പരസംഗക്കാരും വിഗ്രഹാരാധികളും കള്ളന്മാരും കുലപാതകളും തീവ്രവാദികളും ഭീകരവാദികളും രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും എന്ന് വേണ്ട സകല ദുഷ്ടന്മാരും നരകത്തിനകത്ത് ഉണ്ട്. എന്നാൽ സ്വർഗരാജ്യത്തിന്റെ പണി ഇപ്പോഴും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിന്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരാൾ മാനസാന്തരപ്പെടുമ്പോൾ, നിങ്ങൾ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ പണിയിലേക്ക് നിങ്ങൾ ഒരാളൂടെ വരികയാണ്. അങ്ങനെ ദൈവം തന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം.
ഹല്ലേലൂയ. അതുകൊണ്ട് കാരണം ഈ കാണുന്ന സംഭവമൊക്കെ കാണുമ്പോൾ പലരും ലോകാവസാനത്തെക്കുറിച്ച് യഥാർത്ഥമായി പഠിക്കാത്തവർ, യഥാർത്ഥം മനസ്സിലായി വേദപുസ്തകം അറിയാത്തവർ ലോകാവസാനത്തെക്കുറിച്ച് ഈ മാലിയ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ലോകം അവസാനിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അവിടെ കണ്ടു, ഇവിടെ കേട്ടു, അങ്ങനെ പറഞ്ഞു, ഇതൊക്കെ കണ്ടില്ലേ എന്നൊക്കെ അതല്ല സഹോദര ലോകാവസാനം. വേദപുസ്തകം വായിച്ച് പഠിക്കുക. സത്യവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ആദ്യം മനസ്സിലാക്കിയിട്ട് വായിക്കണം. സത്യവചനത്തിനകത്ത്, സത്യവേദപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് വായിച്ച് ഗ്രഹിക്കണമെങ്കിലും നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പരിശുദ്ധി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ വെറും കഥപുസ്തകം വായിക്കുന്ന, ഏതോ ഒരു പുസ്തകം വായിക്കുന്നല്ലോ, എനിക്ക് ഈ പുസ്തകം വായിച്ചു, അതാണ് ഇന്നത്തെ ക്രൈസ്തവോളം. വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പരിശുദ്ധിയില്ലാതെ ഈ പുസ്തകം വായിച്ചാൽ ദൈവിക മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാകത്തില്ല. ദൈവിക മർമ്മങ്ങൾ മനസ്സിലാക്കണം. വീട്ടിനെ ഞാൻ എന്നും പറയേ, കള്ളു കുടിച്ചും പുകവലിച്ചും കഞ്ചാവ് കുടിച്ചും ചരസടിച്ചും കറുപ്പ് തിന്നും കാഷിച്ചു കുടിച്ചും ബ്രൗൺ ഷുഗർ അടിച്ചും മയക്കുമരുന്നിച്ചും ഗുളികൾ തിന്നും NDMA സ്ഥാപിച്ചു എന്തൊക്കെ വേണ്ട ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് പള്ളിമുറ്റത്തിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥി കുരിശു വരച്ചുകൊണ്ട് കപ്പയിടയിക്കൊണ്ട് നേർച്ചിട്ടുണ്ടോ, പെരുന്നാൾ നടത്തിക്കൊണ്ടോ, പള്ളിയിലെ അച്ഛനെ വിളിച്ച് വീട് വ്യഞ്ചരിച്ചത് കൊണ്ടോ, വീട് ഉദാസ നടത്തിക്കൊണ്ടോ ഒന്നും സ്വർഗത്തിൽ പോകത്തില്ല. അത് നിങ്ങൾ ഈ കരിസ്മാറ്റിക് കാരണം അച്ഛന്മാരുടെ ചില പ്രശ്നം കൂടെ കേൾക്കണം കേട്ടോ. അല്ലെങ്കിൽ ചില അച്ഛന്മാരൊക്കെ പല മാന്യമായിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അവരൊക്കെ മാന്യമായിട്ട് വിളിച്ചു, പക്ഷെ അത് അവർ പറയുന്നത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാ, അല്ലെങ്കിൽ നീ നന്നാകാൻ വേണ്ടി വിളിച്ചു പറയുന്നതാണ്. ഹല്ലേലൂയ. അപ്പം ഈ വചനമൊക്കെ കേൾക്കുമ്പം അത് പള്ളിയിലച്ഛൻ വിളിച്ച് പറഞ്ഞാലും ബന്ധുക്കൂസിലെ വാസ്തു വിളിച്ച് പറഞ്ഞാലും വചനം വിളിച്ച് പറയുമ്പോൾ അത് കേട്ടോണം, കേട്ടിട്ട് നീ മാനസാന്തപ്പെടണം. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ ഷാരോൺ TV-യിലൊക്കെ ചില അച്ഛന്മാരുടെ പ്രസംഗം കേൾക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പം അവർ പറയുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ എന്നിട്ട് ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഈ പള്ളിയിലച്ഛൻ വിളിച്ചു പറഞ്ഞത്, ധ്യാനത്തിന് വിളിച്ചു പറഞ്ഞ വചനം ഈ ഇരിക്കുന്ന വിശ്വാസികൾ കേട്ടിരുന്നെങ്കിൽ അവിടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പരിശുദ്ധി വന്നതിനെയല്ലോ ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ ധ്യാനിപ്പിക്കുന്ന അച്ഛനോട് നന്നായിട്ട് പ്രസംഗിച്ചു, പക്ഷെ നിങ്ങൾ കേട്ടില്ല. നിങ്ങൾ വീണ്ടും ചക്കര തെങ്ങെന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും കൾഷാപ്പില, നിങ്ങൾ വീണ്ടും ബിഹാറില. നിങ്ങൾ ഇവിടെ വന്ന് ഇത് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ സ്തോത്രം നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജിനകത്ത് കള്ളിരിപ്പുണ്ട്, ബ്രാൻഡി ഇരിപ്പുണ്ട്, നിങ്ങളുടെ അലമാരി ഇരിപ്പുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ വരുന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. മാനസാന്തരപ്പെടണം കേട്ടോ, മാനസാന്തരപ്പെടണം. മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുക, മറ്റുള്ളവരെ കുറവ് കണ്ടുപിടിക്കാണ്ട് മറ്റൊന്നിനെ കേസ് കൊടുക്കുവാനല്ല. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നീ ദൈവത്തോട് ചേർന്നിരുന്ന നിന്നേക്കാൾ കുറവുള്ളവനെ, നിന്നേക്കാൾ ബലഹീനെ കാണുമ്പോൾ അവനെ ചേർത്ത് പിടിച്ച് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നീ സഭയെ സ്നേഹിക്കണം. അല്ലെങ്കിൽ എപ്പോഴറിയാം നമുക്കറിയാം, ലോകം മുഴുവൻ ക്രൈസ്തവ പീഡനം വർദ്ധിച്ചു. അല്ലേലിയ. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഛത്തീസ്ഗഡിൽ 2 കന്യാസികളെ അല്ലേലിയ സുവിശേഷ വിരോധികൾ കള്ളക്കേസിൽ കുടുക്കി 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടത്തക്ക നിലയിൽ അവരുടെ മേൽ കുറ്റം ചുമത്തി അല്ലേലിയ അവരെ ജയിലടച്ചു. അല്ലേലിയ. 2 മലയാളി കന്യാസികളാണ്. അല്ലേലിയ. അവർ കർത്താവിനോട് ആദരസേവനം ചെയ്യാൻ പോയതാ, അവര് ജയിലിലടച്ചു. ഞാനത് കണ്ടപ്പോൾ ഞാനായിട്ടൊരു കമ്മിറ്റി ഇട്ടു. അല്ലേലിയ. ഞാൻ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളില് നൈജീരിയയിൽ, സിറിയയിലൊക്കെ ക്രൈസ്തവ കലാപം കൂടിക്കൊണ്ട് ക്രൈസ്തവരെ പീഡിപ്പിക്കുക. അതുകൊണ്ട് അതിനെതിരെ ഐക്യരാഷ്ട്രസഭ എഴുന്നേക്കണം, ഐക്യരാഷ്ട്രസഭ അതിനെ പ്രതികരിക്കണം, എങ്കിൽ മാത്രമേ എന്റെ അർത്ഥം വരുള്ളൂ. ഞാനതിനെ പ്രതികരിച്ചു. എനിക്കെന്നറിയാൻ തോന്നി, ഞാൻ ചെയ്തു. അല്ലേലിയ. ഇപ്പൊ എല്ലാവരും തെറ്റാന്ന് പറയാറുണ്ട്. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ അക്രമം പെരുകുന്നത്? എന്തുകൊണ്ടാണ് ദൈവസഭ, ദൈവമക്കൾ ഉപദ്രവിക്ക് കടന്നു പോകുന്നത്? ഒരേ ഒരു കാരണമുള്ള ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയില്ലാതെ ബാഹ്യമായ പ്രകടനം കൊണ്ട് പലതും ചെയ്ത് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പാപം മുഖാന്തരം നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകാം, വെല്ലുവിളികളുണ്ടാകാം. അതുകൊണ്ട് ദൈവം പറയുന്നത് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി വേണം. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ. യേശു പഠിപ്പിച്ചതല്ലേ? യേശു പഠിപ്പിച്ചത് അന്ന് യേശു ശിഷ്യന്മാരെയല്ലേ പഠിപ്പിച്ചത്? അത് പർവ്വത പ്രസംഗമല്ലേ, ഗിരിപ്രഭാഷണം. അത് അവിടെ ഇരിക്കട്ടെന്നാണ് ചിലരുടെ ചിന്ത. അവിടെ ഇരിക്കാൻ വേണ്ടില്ല. പുസ്തകത്തെ എഴുതി വെച്ചെങ്കിൽ ദൈവത്തിന് അവിടെ എഴുതി വെച്ചതുപോലെ ഇരിക്കുകയാണല്ല, അത് വായിച്ച് നിന്റെ ഹൃദയത്തിനകത്ത് ജീവൻ ഉണ്ടാകണം. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയശ്രോതാവേ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് സ്തോത്രം, നിങ്ങളുടെ ഭവനത്തിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടണം. നിങ്ങളുടെ ഭവനത്തിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് കർത്താവിന്റെ രക്തം കൊണ്ട് ഹൃദയം കഴുകണം, ശുദ്ധീകരണം പ്രാപിക്കണം. പാപത്തിന്റെ കറകളെ കഴുകിക്കളയണം. നമുക്ക് ഇന്നത്തെ മേഖല അതുകൊണ്ട് എല്ലാ മേഖലയിലും പരസ്പരം കുറ്റം വിധിക്കലും പഴിചാലും നിന്ന അപമാനങ്ങളും ഞാനെന്നുള്ള ഭാവം, എനിക്ക് എന്റേത്, ഞങ്ങളുടേത് എന്നൊക്കെയുള്ള
ആ ഒരു അനുഭവം അല്ലേറിയ സ്വയത്വത്തിലാണ് അഹങ്കാരം അല്ലേറിയ മനുഷ്യന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക. അഹങ്കാരം എന്നിവർ തളം കെട്ടി നിൽക്കുക. അങ്ങനെയുള്ള അശുദ്ധിയെ നീക്കിക്കളഞ്ഞിട്ട് എന്റെ ഹൃദയത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന മാറാമ്പലുകളെ, ആ വഴുക്കുള്ള പായലിനെ മുഴുവൻ നീക്കിക്കളഞ്ഞിട്ട് ഹൃദയം കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണം. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ കുടുംബത്തിന്റെ അഭിവൃദ്ധി ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരൻ, എന്റെ ജീവിതത്തിന്റെ നന്മ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് യേശു വസിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്റെ മക്കൾ യേശു വസിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്ന് ആമീൻ 118 വാക്യം പറയുന്ന പോലെ ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ, നീയാകുന്ന കൂടാരത്തിന്റെ ഭവനമാകുന്ന കൂടാരത്തിലും നിന്റെ ഭാര്യന്റെ മക്കളുമാകുന്ന കൂടാരത്തിലും, അപ്പോൾ നിന്റെ ഭവനത്തിലും എന്തുണ്ടാകണം? ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഉണ്ടാകണം. അല്ലേലിയ. അതുണ്ടാകണമെങ്കിൽ പാപത്തിന്റെ കറകളെ മുഴുവൻ നീക്കിക്കളയണം. അല്ലേലിയ. പാപത്തിന്റെ കറകളെ മുഴുവൻ നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധീകരിക്കണം. അല്ലേലിയ. അതുകൊണ്ട് ദാവീദ് നിലവിളിച്ച പോലെ, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിൽ പുതുക്കണമെന്ന് പറയണം. അല്ലേലിയ. 1 പത്രോസിന്റെ 2-ാം അധ്യായം 1-ാം വാക്യം ആകയാൽ സകല ദുഷ്ടതയും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വഞ്ചനയും വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളയണം. അവിടെ 4 കാര്യങ്ങൾ. ആകെ സകല ദുഷ്ടതയും ചതിവും എല്ലാ വചനയും വ്യാജഭാവം അസൂയം നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുന്ന അല്ലേലിയ രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ വരണം. നിങ്ങൾ ശിശുക്കളെ പോലെ വരണം. ശിശുക്കളെ പോലെ വന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. കാരണം ഒരു ശിശുവിന്റെ ഹൃദയം വളരെ പരിപാവനം, വളരെ പരിശുദ്ധിയാണ്. ആ ശിശുവിന്റെ ഹൃദയത്തിൽ ഒരിക്കലും പാപമില്ല. അതേ അനുഭവത്തിലേക്ക് വരണം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ദുഷ്ടത, ചതിവ്, വഞ്ചന, വ്യാജഭാവം, എല്ലാ നുണയും ഒന്നുമില്ലെങ്കിലും ഞാനെന്തോ വലിയ പുള്ളിയാണെന്നൊക്കെയുള്ള നിന്റെ ആ ഭാവം ഉണ്ടല്ലോ, വ്യാജഭാവം, അതൊക്കെ നീക്കി കളയണമെന്ന്. എന്നിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാല് നീ കുടിക്കണം. അല്ലെങ്കിൽ ദാവീദിന്റെ ഹൃദയത്തിനകത്ത് ദുഷ്ടത, ചതിവ്, വഞ്ചനം, വ്യാജഭാവം എല്ലാം ഉണ്ടായി ദാവീദ് നീക്കിക്കളഞ്ഞ് തന്നെത്താൻ വെടിപ്പാക്കി കഴിഞ്ഞപ്പോൾ പിന്നത്തേതിൽ ദാവീദിനെ കുറിച്ച് വേദപുസ്തകം എഴുതി, ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ. അതേ സ്നേഹിത, നീ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായി മാറണം. ഇന്നത്തെ സഭയുടെ നേതൃത്വം പാസ്റ്റർമാരായിരുന്നാലും വിശ്വാസികളായിരുന്നാലും സെക്രട്ടറി ആയിരുന്നാലും പ്രതിപുരുഷനായിരുന്നാലും ആമേൻ ആരായിരുന്നാലും അല്ലേലൂയ, അതുപോലെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ, അവരിൽ ആരായിരുന്നാലും എല്ലാവരുടെയും കൂടെ കാര്യം പറയുന്നത് ആമേൻ. എല്ലാ പെന്തക്കോസുകാർ മാത്രം വിശുദ്ധി നല്ല പറഞ്ഞ അവരാണ് ഏറ്റുവാദി. ആമേൻ. അതുപോലെ ക്രൈസ്തവ സമൂഹമാണ് ഏറ്റുവാദി. അപ്പോൾ തന്നെ മറ്റു സമുദായക്കാരാണ് ഏറ്റുവാദി. ഹൃദയത്തിനകത്ത് അല്ലേലൂയ ശുദ്ധീകരണം കൊണ്ടുവരേണ്ടത് ഇപ്പൊ എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് ലോകത്തോടെ ഈ വചനം വിളിച്ചു പറയുന്നത്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം അനുസരിച്ച് അവനെ പുതുക്കണമേ. അത് ഇന്ന് പകരം നിന്റെ ഹൃദയത്തിനകത്ത് സകല അശുദ്ധി മാറ്റി ദൈവസന്നിധിക്ക് മടങ്ങി വന്ന് കാൽവരിയിൽ ഒഴുക്കപ്പെട്ട കുഞ്ഞാടിന് രക്തമുണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് ആമേലെ ശുദ്ധീകരണം നടന്നാൽ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, കടങ്ങൾ, കടബാധ്യതകൾ, നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, സകല ദുഷിച്ച അനുഭവങ്ങൾ, പോരുകൾ, പോരാട്ടങ്ങൾ, അവിചാരം, മന്ത്രവാദ ശുദ്ര ശക്തികൾ നിന്റെ ഭവനത്തെ ഏശാതെ വണ്ണം നിന്റെ കുടുംബത്തെ ദൈവം കാക്കും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദാവീദിനെ പോലെ നിലവിളിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവമക്കളെ, ദൈവസഭയെ, ക്രൈസ്തവ സമൂഹത്തെ കൊണ്ടുവരുവാൻ ഞങ്ങൾ ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സകല അശുദ്ധികൾ നിറയപ്പെട്ട ഹൃദയവുമായി മനുഷ്യൻ വാക്യമായി പ്രകടനത്തിലുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നു അന്തർഭാഗത്തിലെ ശുദ്ധീകരണം. കർത്താവ് എല്ലാ ജനത്തിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധീകരണം വരുവാൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകെട്ടണം വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവ് മുന്നോട്ട് കൊണ്ടേയാണ്. സ്വാമിയുടെ ശൈശവത്തിനും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തയും ധ്യാനം വൃത്തരും അശമ യാചർ ഓർഫനേജ് തലമുറകൾ ഓർഫനേജിലായി തലമുറയിലായി എല്ലാവരെയും കർത്താവില്ല മത സാമൂഹിക സംസ്കാരം മാധ്യമ വീഡിയോ നൽകുന്ന സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ എല്ലാ കർത്താവ് ജനത്തെയും എല്ലാ കർത്താവ് ഭരണദേശ പാർട്ടികളെ ആമികളിലെ രാജ്യരാഷ്ട്ര തലവന്മാരെ എല്ലാ ആമികളുടെ അതിർത്തികൾ കാക്കുന്നവരുടെ അധികാരികൾ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നത് ക്രമസമാധാന ജുഡീഷ്യറി എല്ലാം ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ചെറിയവരെയും വലിയവരെയും എല്ലാം ദൈവങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഈ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു ശുദ്ധിയെ കൊടുക്കണമേ. യേശുവിന്റെ വരവേറ്റു ആസനമായിരിക്കും. ഹൃദയത്തിനകത്തെ മാറാമ്പലുകൾ നീക്കിക്കളഞ്ഞ്
ആ പാപത്തിന്റെ ചെളി മാറ്റിക്കളഞ്ഞ് കർത്താവ് ആമേ കൃതം പഴകിയ പായല് പോലെ വഴുക്കലുള്ള ഹൃദയം മാറ്റി സ്ഥിരമായൊരു ഹൃദയം കൊടുക്കണമേ. ആമേ കർത്താവെ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി നിർമ്മലമായ മാംസമായ ഹൃദയം തരുമെന്ന് യോസ്തപ്രവചനോട് പറഞ്ഞതുപോലെ ജനത്തെ കർത്താവ് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരും നഷ്ടപ്പെട്ടു നരകത്തിലേക്ക് പോകാതെ കർത്താവ് ഭൂമിയിൽ കർത്താവ് സ്വതന്ത്രം വിരുന്ന പട്ടും ധൂമറോസം ധരിച്ച തരവാൻ യാത്ര സ്ഥലത്ത് നിലവിളിക്കുന്ന പോലെ അനുഭവത്തെ ആളുകൾ ആ അനുഭവത്തിലേക്ക് പോകാതെ ലാസനെ പോലെ അബ്രഹാമിന്റെ മടി കണ്ടുകൊണ്ട് ആ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നിത്യത്തിൽ എത്തിച്ചേരുവാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല പാരമ്പര്യ പൗരോഹിത്യ എല്ലാ ആചാരാനുഷ്ഠാന കർമ്മങ്ങളിലും വിട്ട് കിടക്കുന്നവർ അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ശുദ്ധികരണം നടക്കുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല ഭഗത്ത് വിടക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.